വാർത്തകളിലേക്ക് വിശദമായി. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനാൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, വീടുകൾ തകർന്നു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ 8:30 വരെ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലുവയിലാണ്. 226 മില്ലിമീറ്റർ മഴ. കൊടുങ്ങല്ലൂരിൽ 200 മില്ലിമീറ്ററും തൃപ്രയാർ 190 മില്ലിമീറ്ററും മഴ ലഭിച്ചു. 39 സ്റ്റേഷനുകളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തി. കനത്ത മഴയിൽ കൊല്ലം താലൂക്കിൽ 2 വീടുകളും പത്തനാപുരം താലൂക്കിൽ 1 വീടും തകർന്നു. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിൽ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി വീട് തകർന്നു. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി. കൊട്ടാരക്കരയിൽ പുലമൺ തോട് കരകവിഞ്ഞൊഴുകി. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. കോസ്റ്റ് ഗാർഡ് ഇവരെ കരയിലെത്തിച്ചു. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതിനാലാണ് സംസ്ഥാനത്ത് മഴ ശക്തമായത്. അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. നഗരത്തിലെ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി. KSRTC ബസ് സ്റ്റാൻഡ് അടക്കം വെള്ളം കയറിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട കനത്ത മഴ. അതുമതിയായിരുന്നു കൊച്ചി നഗരത്തെ ഇതുപോലെ വെള്ളത്തിലാക്കുവാൻ. പനമ്പള്ളി നഗർ, എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങി നഗരത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും വെള്ളക്കെട്ടിലായി. KSRTC സ്റ്റാൻഡിൽ പുലർച്ചെ എത്തിയവരാണ് വെള്ളക്കെട്ടിന്റെ രൂക്ഷത കൂടുതൽ അനുഭവിച്ചത്. മുല്ലശ്ശേരി കനാൽ റോഡ്, കാരക്കാമുറി ക്രോസ് റോഡ് എന്നിവിടങ്ങളിൽ വീടുകളിലും വെള്ളം കയറി. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ പരാതിയുമായി സാനു മാസ്റ്ററും എത്തി. വിളിച്ചു പറയേണ്ടവരെല്ലാം വിളിച്ചു പറഞ്ഞു. എല്ലാവരും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആരും ഒന്നും ചെയ്തില്ല. ആരാണ് ചെയ്യാത്തത് ഉത്തരവാദി എനിക്കറിയില്ല. അതാണ് അവസ്ഥ. ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് മാത്രമേ അറിയാം. വാർത്തയെ തുടർന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക്കും കൊച്ചി മേയർ M. അനിൽകുമാറും ഉടൻ സ്ഥലത്തെത്തി. കാരക്കാമുറി റോഡിൽ ഫയർഫോഴ്സിന്റെ അടിയന്തര ഇടപെടലുകൾ നടന്നു. സാനു മാസ്റ്ററെ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ മേയറുമെത്തി. ഫയറിന് മോട്ടർ വെച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ കളക്ടറുടെ കസ്റ്റഡിയിലുള്ള സാധനം. അത് പോയി വെളുപ്പിൽ കെട്ടി വലിച്ചുകൊണ്ടിരണം. അപ്പൊ ഇപ്പൊ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ കുറേശ്ശെ വലിഞ്ഞു തുടങ്ങി. ഉച്ചയോടെ നഗരത്തിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. ഒരു രാത്രിയിലെ മഴ കൊണ്ട് തന്നെ മുങ്ങിപ്പോകാവുന്ന രീതിയിലേക്ക് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് അത്ര കണ്ട രൂക്ഷമായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടിന്റെ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ പരിശോധിക്കാൻ മേയർ തന്നെയും നേരിട്ടെത്തിയിരിക്കുന്നു. വരും സീസണുകളിലെങ്കിലും പൂർണ്ണമായും തന്നെ ഇത് പരിഹരിച്ചുകൊണ്ട് പരാതികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനിപ്പോൾ, ന്യൂസ് 18. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഇന്നും നാളെയും 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഇന്ന് യെല്ലോ അലർട്ടാണ്. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി പ്രഖ്യാപനങ്ങളുമായി ചിന്തൻ ശിബിരത്തിന് സമാപനം. പ്രതിസന്ധികളെ കോൺഗ്രസ് അതിജീവിക്കുമെന്നും ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നും സോണിയാഗാന്ധി ആഹ്വാനം ചെയ്തു. കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കാൻ ജനജാഗരൺ യാത്ര നടത്തും. പാർട്ടി പദവികളിൽ 50% യുവപ്രാതിനിധ്യം വരും. സാധാരണക്കാരുമായുള്ള ബന്ധം കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു. അത് തിരിച്ചുപിടിച്ചാൽ മാത്രമേ പാർട്ടിയെ ശക്തമാക്കാൻ കഴിയൂ. അതിന് കഠിനാധ്വാനമല്ലാതെ മറ്റു പോംവഴികളില്ല. ഇതാണ് ചിന്തൻ ശിബിരത്തിൽ ഉയർന്ന പൊതുവികാരം. കന്യാകുമാരി മുതൽ കശ്മീർ വരെ പദയാത്ര സംഘടിപ്പിക്കും. യുവാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ യാത്രയുടെ ഭാഗമാകും. 180 ദിവസത്തിനുള്ളിൽ ബ്ലോക്ക് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തും. രാജ്യവ്യാപകമായി ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാനുമാണ് തീരുമാനം. കോൺഗ്രസ് എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കുമെന്ന്
ചിന്തൻ ശിബിരത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു. We will undoubtedly leave re-energized with the refreshed spirit of collective purpose. Before we do that, let me make the following 4 specific announcements in addition. ജീവിതത്തിൽ അഴിമതി നടത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഭയമില്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ഒരു കുടുംബത്തിന് ഒരു സീറ്റ് എന്ന നിർദ്ദേശം അംഗീകരിച്ചു. പ്രവർത്തക സമിതിക്ക് പുറമെ കാര്യോപദേശക സമിതി കൂടി രൂപീകരിക്കും. സംഘടനാ പരിഷ്കരണത്തിനും പ്രത്യേക സമിതി വരും. പാർട്ടി പദവികളിൽ 50% യുവപ്രാതിനിധ്യമാണ് സുപ്രധാന നിർദ്ദേശം. When it comes to DCCs, when it comes to BCCs, when it comes to our leadership, we should have a healthy mix of youngsters and seniors. And I think the time has come where we aggressively RSSന്റെ വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കാനും കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നീങ്ങാനുമാണ് ആഹ്വാനം. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കും. ന്യൂസ് 18 ഡൽഹി. പ്രചാരണാവേശത്തിൽ തൃക്കാക്കര. ട്വന്റി നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 2020യുമായുള്ള ബന്ധം ജനസംഗമ പരിപാടിയിൽ പറയാമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. 2020 നിർമ്മിച്ചു നൽകിയ വീടുകൾ സന്ദർശിക്കവെയായിരുന്നു പ്രതികരണം. In these days of very high inflation, when people are suffering because of high prices, this acts as a buffer against high prices, and I spoke to the people, they are very happy. So please come for the rally, we will talk there also. നേരത്തെ കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും കെജ്രിവാൾ സന്ദർശിച്ചു. Bakeries, only bakery, one park. What is your name? You live here only? Close by, very close. Very close by. Okay. What happens? First quality goes second quality goes which all the vegetables and all the fruit items, all the apple and everything. ജനസംഗമം പരിപാടിക്ക് തുടക്കമായി. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, ജനസംഗമം പരിപാടിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. എന്താണ് 2020യുമായുള്ള ബന്ധം, ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ നയം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെജ്രിവാൾ എപ്പോൾ സംസാരിക്കും? പരിപാടി എങ്ങനെ പുരോഗമിക്കും? രേണുക അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഇവിടെ ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇന്ന് വൈകിട്ട് 3:30 കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കിഴക്കമ്പലത്തേക്ക് എത്തിയത്. ഇവിടെ 2020യുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സന്ദർശിച്ചു. പിന്നീട് അവിടെ നിന്ന് സ്പോർട്സ് വില്ല 2020 ഗ്രാമപഞ്ചായത്തും കൂടെ കിഴക്കമ്പലം പഞ്ചായത്ത് നടപ്പാക്കിയ സ്പോർട്സ് വില്ല പദ്ധതിയുടെ ഭാഗമായി അവിടെ സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ജനസംഗമം പരിപാടി എത്തിയിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ സന്ദർശനത്തെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നു പറയേണ്ടി വരും. കാരണം പ്രബലരായ 3 മുന്നണികൾ, പ്രത്യേകിച്ച് UDFും LDFും NDAയും, ഈ 3 മുന്നണികൾക്ക് ബദലായി ഒരു പുതിയൊരു മുന്നണി, 4മതൊരു മുന്നണി കൂടി രൂപപ്പെടുമോ എന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു വികസന അഴിമതി രഹിത കാഴ്ചപ്പാടോടുകൂടിയാണ് 2020 കിഴക്കമ്പലത്തും അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലും എറണാകുളം ജില്ലയിലും മറ്റു പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മത്സരരംഗത്ത് പിന്മാറാൻ തീരുമാനിച്ചിരുന്നെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2020യുടെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും ഒരു സഖ്യം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയിരിക്കുന്നത്. ഈ സമാന ചിന്താഗതിയുള്ള കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ മുന്നണിയുടെ ഭാഗമായി വരുമോ എന്നുള്ളൊരു കാര്യമാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് സൂചനകളെങ്കിലും ഉണ്ടാകുന്നൊരു സാധ്യത തന്നെയാണുള്ളത്. കാരണം വൈകിട്ട് അരവിന്ദ് കെജ്രിവാളിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കാത്തിരിക്കൂ, നിങ്ങൾ
ജനസംഗമ പരിപാടിയിലേക്ക് വരൂ, അവിടെ നാം നിലപാട് പറയാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ തൃക്കാക്കരയിൽ എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ നിലപാട് എടുക്കുന്നത് സംബന്ധിച്ച് ഒരു പത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അതിന് ബദലായി ഒരു നാലാമതൊരു മുന്നണി എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ 2020 നീങ്ങുന്നുള്ള ഒരു സൂചനകളും അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളാവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനസംഗമ പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നടക്കുകയാണ്. കേജ്രിവാൾ നിലവിളക്ക് കൊളുത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ കേജ്രിവാൾ ജനസംഗമം പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി രക്തസാക്ഷിയായ ദീപുവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്കായി ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. Shri Arvind Kejriwal is offering flowers in front of the martyrs Deepu. 2020 രക്തസാക്ഷി ദീപുവിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അല്പസമയത്തിനകം അദ്ദേഹം ജനസംഗമം പരിപാടിയിൽ സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം. തൃക്കാക്കരയിൽ മന്ത്രിമാർ വോട്ട് പിടിക്കുന്നത് ജാതി നോക്കിയെന്ന് വി.ഡി. സതീശൻ. ഓരോ മന്ത്രിമാരും വോട്ട് പിടിക്കുന്നത് അവരവരുടെ ജാതിയിലുള്ള വീടുകൾ കയറിയാണ്. ഇത് മതേതര കേരളത്തിന് അപമാനമാണ്. കോൺഗ്രസ് നൽകിയ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടില്ല എന്നും ഇതിനെതിരെ പരാതി നൽകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പല മന്ത്രിമാരും ഒരുപാട് മന്ത്രിമാര് ജാതി മതം തിരിച്ചിട്ട് അതാത് വീടുകളിൽ കയറിയാണ് അവരവരുടെ. അത് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ തെളിവ് ചോദിച്ചാൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഇതുപോലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇതുപോലെ സംസാരിക്കാറുണ്ട്, നിങ്ങൾ ഇതുപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. തൃക്കാക്കരയിൽ മന്ത്രിമാർ ജാതി നോക്കി വോട്ട് പിടിക്കുന്നുവെന്ന വിമർശനത്തിന് എം സ്വരാജിന്റെ മറുപടി. പര്യടനത്തിന് പോകുമ്പോൾ പ്രത്യേക മതവിഭാഗത്തെ നോക്കി പോകാൻ പറ്റില്ല. കെ.പി.സി.സി പ്രസിഡന്റ് രാത്രിയിൽ SDPI നേതാവിനെ കണ്ടതുപോലെയല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം. വി.ഡി. സതീശന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ അടിത്തറ ഇളകി തുടങ്ങിയതിന് തെളിവെന്നും എം സ്വരാജ് വിമർശിച്ചു. UDFന്റെ അടിത്തറ ഇളകി തുടങ്ങിയതിന്റെ ലക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞത് പരമ അബദ്ധമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ഞങ്ങൾ കാണുന്നുണ്ട്, വീടുകൾ കയറിയിറങ്ങുന്നുണ്ട്. ഇതാണ് വസ്തുത. അതേസമയം KPCC പ്രസിഡന്റ് അർദ്ധരാത്രിയിൽ ചെറുവട്ടൂരിൽ പോയി പോപ്പുലർ ഫ്രണ്ട് നേതാവുമായിട്ട് ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞങ്ങളുടെ ഗൃഹസന്ദർശന പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. തൃക്കാക്കര പോലെ ഒരു മണ്ഡലത്തിൽ നില അപകടത്തിലാവുന്നു എന്ന ഘട്ടം വരുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു മാനസികമായ വിഭ്രാന്തിയായി മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റൂ. നിലമ്പൂരിലെ പാരമ്പര്യ വൈദ്യനെ കൊല ചെയ്ത കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് ലഹരി ഇടപാടും ഷൈബിന് കഞ്ചാവ് കടത്തും ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കഞ്ചാവ് എങ്ങനെ കൈമാറ്റം ചെയ്യണമെന്ന് ഷൈബിൻ സംഘാംഗങ്ങൾക്ക് വിശദമായി പറഞ്ഞുകൊടുക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. അവന്റെ കയ്യിലാണ് തീരുന്നില്ല. ഇനി ഇത് വേറെ രീതിയിലും കൂടെ കാണിച്ചു തരാം. നോക്കോ, ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് എന്തിനാണ് അത് മതി. ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കാൻ പറ്റാം. ഒരു പിടി, ഒന്ന്, രണ്ട്, മൂന്ന്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇല്ല. ഇത് വെച്ചിട്ട് എനിക്ക് മറ്റേ കറക്റ്റ് തൂക്കി കളന്നൊന്നും വാങ്ങാൻ കഴിയില്ല മോനെ. ഇനിയിപ്പോ അവിടെ നിന്ന് ഇത് കുറഞ്ഞാല് മറ്റേ നമുക്ക് തർക്കിക്കാൻ വരെ പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കൊരു ഐഡിയ ആക്കാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ കൂടുതൽ കുറഞ്ഞാലൊന്നും ഈ ടെൻഷനോ കാര്യങ്ങളൊന്നും ആവുന്നു വേണ്ട കേട്ടാ. ഓക്കെ, ഇന്ന് കവർ കിട്ടാം. ഓക്കെ, ഇത് വേണ്ട. 210 ഗ്രാം 10 ഗ്രാം കവറുണ്ട്, സാധനം ഉണ്ട്.
ഓക്കെ. ഇനി ഇതൊന്ന് പരത്തിയിട്ടൊക്കെ എങ്ങനെ പിടിക്കാൻ കഴിയുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് 200 ഗ്രാം സാധനമാണ്. ഇതൊക്കെ ഉണ്ടോ ഇതിന്റെ സെറ്റപ്പ് നോക്കിയേ. 200 ഗ്രാം സാധനം ഉണ്ടോ, കറക്റ്റ് ഒരു ചാണ് വലിപ്പത്തിൽ നീളത്തിലുണ്ട്. ഉണ്ടോ എത്ര ഉണ്ട്, ഒരു നടുവരലിന്റെ വലിപ്പത്തിൽ വീതി ഉണ്ട്. കണ്ടോ ഇത് ഷിയാവുട്ടി, ഇത് 200 ഗ്രാം സാധനം. ഓനൊന്ന് കൈ കൊണ്ട് കാണിച്ചു. എന്താ ഇത്രയും സാധനം ഉണ്ട്. ഉണ്ടോ ഉണ്ട്, അവൻ്റെ കയ്യിലാണ് തീരുന്നില്ല. ഇനി ഇത് വേറെ രീതിയിലും കൂടെ കാണിച്ചു തരാം. നോക്കോ, ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് എന്തിനാണ് അത് മതി. ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കാൻ തരാം. ഒരു പിടി ഒന്ന്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, ഓരോ ദിവസവും ഷൈബിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഞ്ചാവ് കടത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, തീർച്ചയായും ഇത്തരം ചില ആക്ഷേപങ്ങൾ ഷൈബിൻ അഷ്റഫിനും സംഘത്തിനുമെതിരെ മുൻപും ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അനധികൃതമായ പണസമ്പാദനത്തിന് ഇവർ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായും ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭിച്ച ദൃശ്യങ്ങളിൽ നേരിട്ട് എങ്ങനെയാണ് കഞ്ചാവ്, അതായത് ഈ ലഹരി മരുന്ന് വസ്തു പോയി വാങ്ങേണ്ടതെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ അളവ് തെറ്റാതെ വാങ്ങാമെന്നും ലാഭകരമായി എങ്ങനെ കച്ചവടം നടത്താമെന്നും എങ്ങനെ പാക്ക് ചെയ്യാമെന്നും ഉൾപ്പെടെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവരുടെ ശബ്ദമാണ് വ്യക്തമായി കേൾക്കുന്നത്, മുഖം ആരുടെയും ഇല്ല. ഈ സംഭവങ്ങൾ പറയുന്ന വളരെ പരിചയസമ്പന്നനായ ഒരു ലഹരി കച്ചവടക്കാരനെ പോലെ മുൻപും ഇത്തരത്തിൽ വലിയ തരത്തിൽ പരിചയം കച്ചവടം നടത്തി ഈ രംഗത്ത് ഇത്തരം മയക്കുമരുന്ന് കച്ചവടം നടത്തി പരിചയമുള്ള ഒരാളെ പോലെ തന്നെയാണ് ഇതിൽ ഒരാൾക്ക് കൃത്യമായി ഷൈബിൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ദേവസഹായം പിള്ള ഉൾപ്പെടെ 10 പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കുമ്പോൾ കേരളത്തിലും ലത്തീൻ കത്തോലിക്ക ദേവാലയങ്ങളിൽ പള്ളിമണികൾ മുഴങ്ങി. ദേവസഹായം പിള്ളയുടെ പേരിലുള്ള ആദ്യ ദേവാലയമായ പാറശാല ചാവല്ലൂർ പൊറ്റയിലെ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, മാർപ്പാപ്പയുടെ പ്രഖ്യാപനം മുതൽ തന്നെ ഉള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. അതായത് രൂപത അധ്യക്ഷൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അല്പസമയത്തിനകം പൊന്തിഫിക്കൽ ദിവ്യബലിയും തുടർന്ന് വിശുദ്ധ തിരുസ്വരൂപം വഹിച്ച് ചപ്ര പ്രദക്ഷിണവും നടക്കുക. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പള്ളിയായ പാളയം പള്ളിയിലും ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അതായത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റയുടെ നേതൃത്വത്തിലാണ് പൊന്തിഫിക്കൽ ദിവ്യബലി അടക്കം നടക്കുന്നത്. ഇതിനുശേഷം വിശുദ്ധന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലില് രാവിലെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന റാലി ആരംഭിച്ചിരുന്നതാണ്. അത് ഉച്ചയോടുകൂടി കമുകിൻകോട് വിശുദ്ധ അന്തോണിയസ് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പള്ളിയായ കമുകിൻകോട് പള്ളിയിലും സമാനമായി തന്നെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവിടെ ബിഷപ്പ് സ്റ്റാൻലി റോമൻ നേതൃത്വത്തിലാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച തമിഴ്നാട്ടിലെ കാറ്റാടിമലയിൽ തിരുസ്വരൂപത്തിൽ കിരീടധാരണം, ദിവ്യബലി ജോല, പ്രയാണം തുടങ്ങിയവ നടന്നു. ഭൗതിക ശരീരം അടക്കം ചെയ്ത നാഗർകോവിൽ കോട്ടാർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലെ കോട്ടാർ, കുഴുത്തുറ രൂപതകളിലെ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.
ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ ആഘോഷങ്ങളാണ് നടക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ള ഉൾപ്പെടെ 10 പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ മുതൽ ഇവിടെയും ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു. ലത്തീൻ കത്തോലിക്ക ദേവാലയങ്ങളിൽ പള്ളിമണികൾ മുഴക്കിക്കൊണ്ടായിരുന്നു ആഘോഷങ്ങൾ തുടങ്ങിയത്. ദേവസഹായം പിള്ളയുടെ പേരിലുള്ള ആദ്യ ദേവാലയമാണ് പാറശാലയിലെ ചാവല്ലൂർ പൊറ്റയിലെ പള്ളി. അവിടെയുള്ള പ്രാർത്ഥനകളുടെ തത്സമയ ദൃശ്യങ്ങളും പാളയം പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളുടെ ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്.
വാദപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ ദേവസഹായം പിള്ളയുടെ പേരിലുള്ള ആദ്യ ദേവാലയമായ പാറശാല ചോവല്ലൂർ പൊറ്റപ്പള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് അവിടെ തുടക്കമായി കഴിഞ്ഞു. പാളയപ്പള്ളിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിടങ്ങളിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ദൈവസഹായത്തിൻ്റെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിച്ച നാം ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഉച്ച കഴിഞ്ഞ് 1:30 മണി മുതൽ 3 മണി വരെ നടന്ന തിരുച്ചടങ്ങിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രക്തസാക്ഷിയായ ദൈവസഹായത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തു. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഭാരതസഭയ്ക്ക് മുഴുവനും വലിയ സന്തോഷത്തിന് കാരണമായി ഇന്നത്തെ ഈ നാമകരണ വിശുദ്ധ പ്രഖ്യാപനം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നാം ഒരുങ്ങുകയായിരുന്നു. പ്രാർത്ഥനയും ബലിയർപ്പണവും വചനപ്രഘോഷണവും കൊണ്ട് നമുക്ക് ലഭിച്ച വിശ്വാസം ശക്തി പ്രാപിക്കുവാനും അതിന് നാം സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനും നമുക്ക് പ്രചോദനം ലഭിച്ചു, ദൈവാനുഗ്രഹം ലഭിച്ചു. ഇനിയും ഈ വിശ്വാസം നിലനിർത്തുവാനും വളർത്തുവാനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഈ വലിയ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകുവാൻ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം.
വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദേവസഹായം പിള്ളയുടെ പേരിലുള്ള ആദ്യ ദേവാലയമായ പാറശാല ചാവലൂർ പൊറ്റപ്പള്ളിയിലും ഒപ്പം പാളയത്തെ സെന്റ് ജോസഫ് പള്ളിയിലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 2020 നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 2020യുമായുള്ള ബന്ധം ജനസംഗമ പരിപാടിയിൽ പറയാമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇപ്പോൾ കിഴക്കമ്പലത്ത് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുകയാണ് പൊതുവേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട്. और केरला के कोने कोने से आए हुए इतनी बड़ी संख्या में सभी भाइयों बहनों माताओं बुजुर्गों बच्चों आई लव यू टू. आप सब लोगों को नमस्कारम. पंजाब से भी आए हुए हैं कुछ लोग. सबसे पहले मैं पूछना चाहता हूं, आप में से कितने लोगों को हिंदी समझ में आती है? मैं हिंदी में बोलूं? ट्रांसलेशन की जरूरत तो नहीं है? पक्का? जिन लोगों को हिंदी नहीं आती है वो अपने पड़ोसी से थोड़ा सा, पड़ोस में जो बैठा उससे बात कर ले. थैंक यू सो मच. मैं आज सोच रहा था, जब मैं यहाँ आया था मुझे बड़ा डर लग रहा था कि मेरे को मलयालम नहीं आती है, मैं कैसे बात करूँगा, इतने अच्छे लोग हैं. तो मैं हिंदी में बात करूँगा. जिन जिन दोस्तों को, भाइयों बहनों को हिंदी नहीं आती वो अपने पड़ोसी से जिसको आती है उससे थोड़ा सा समझ ले. केरला गॉड्स ओन कंट्री. भगवान केरला से बहुत प्यार करते हैं. भगवान ने सब कुछ दिया केरला को. इतना खूबसूरत केरला, इतना खूबसूरत केरला, इतना खूबसूरत, इतने खूबसूरत लोग, सच ब्यूटीफुल पीपल, इतने खूबसूरत लोग केरला को दिए. भगवान का हमारे ऊपर भी बहुत आशीर्वाद है. खासकर मैं मानता हूं कि मेरे ऊपर भगवान का बहुत आशीर्वाद है. मेरी जिंदगी में कई सारे ऐसे इंसिडेंट्स हुए हैं जो मुझे लगता है किसी मैजिक से कम नहीं है, किसी जादू से कम नहीं है. एक एमएलए बनने के लिए कई लोगों को पूरी जिंदगी घिसना पड़ता है, पूरी जिंदगी मेहनत करनी पड़ती है एक एमएलए बनने के लिए. आज से 10 साल पहले आम आदमी पार्टी को कोई जानता नहीं था, अरविंद केजरीवाल को कोई नहीं जानता था. हमने एक पार्टी बनाई और 1 साल के अंदर दिल्ली के अंदर आम आदमी पार्टी की सरकार बन गई. मैजिक है कि नहीं है? लोग कहते हैं केजरीवाल ने किया. केजरीवाल ने नहीं किया, ऊपर वाले ने किया. ऊपर वाले ने किया, भगवान ने किया. ऊपर वाले का करिश्मा है. और फिर एक बार सरकार नहीं बनी, 3 बार दिल्ली के अंदर सरकार बन गई. 3 बार दिल्ली के अंदर सरकार, और फिर पंजाब के अंदर सरकार बन गई. अब केरला में बनानी है कि नहीं बनानी? किस किस को केरला में सरकार बनानी है? हाथ खड़े करें. उधर से लोग हाथ खड़े नहीं कर रहे. हम लोग सच्चाई के रास्ते पे चल रहे हैं. हम लोग ईमानदारी के रास्ते पे चल रहे हैं. हम लोग इंसानियत के रास्ते पे चल रहे हैं. इसलिए ऊपर वाला हमें साथ दे रहा है. इसलिए ऊपर वाले का हमारे को आशीर्वाद है.
जैसा मैंने कहा, मेरी जिंदगी में कई ऐसे इंसिडेंट्स हुए, कई बार लगता है कि मैजिक हुआ। एक बार जब हम अन्ना हजारे जी के साथ भ्रष्टाचार का आंदोलन कर रहे थे, पहले अन्ना जी फास्ट पे बैठे, फिर मैंने 15 दिन का फास्टिंग किया, 15 दिन का अनशन किया, 15 डेज। मैं डायबिटीज का मरीज हूं, शुगर की बीमारी है, डेली इंसुलिन लेता हूं, 50 यूनिट्स ऑफ इंसुलिन। डायबिटीज का मरीज अगर 3 घंटे खाना ना खाए तो उसकी शुगर बहुत गिर जाती है और उसकी डेथ भी हो सकती है। तो जब मैंने 15 दिन का अनशन किया तो सारे डॉक्टर्स ने कहा कि यह जिंदा नहीं बचेगा, एक डायबिटीज का मरीज इतना लंबा फास्टिंग नहीं कर सकता, इसकी शुगर गिर जाएगी, ये मर जाएगा। पर मैं तो जिंदा खड़ा हूं आप लोगों के सामने। ये ऊपर वाले का आशीर्वाद है। आप में से कितने लोग भगवान पे यकीन रखते हैं? जरा हाथ कर। कौन कौन भगवान को मानता है? भगवान का आशीर्वाद है हमारे ऊपर। अभी दिल्ली में जब हमने चुनाव लड़े, हमारी नई नई पार्टी थी, पैसे भी नहीं थे हमारे पास, गरीब पार्टी थी, गरीब लोग थे, कैंडिडेट्स भी नहीं थे। दिल्ली में बड़े बड़े 4 टाइम एमएलए, 5 टाइम एमएलए, मिनिस्टर्स, शीला दीक्षित उस टाइम थी। और हमारे कैंडिडेट क्या थे? एक शालीमार बाग जैसे कंस्टिट्यूएंसी, वहां से एक हाउसवाइफ खड़ी हुई, उसने 4 टाइम एमएलए को हरा दिया। एक स्टूडेंट खड़ा हुआ अखिलेश त्रिपाठी मॉडल टाउन से, उसने 4 टाइम एमएलए को हरा दिया। अभी पंजाब में इलेक्शन हुए, चरणजीत सिंह चन्नी जो कि पंजाब के मुख्यमंत्री हैं, उनको पता किसने हराया? एक मोबाइल शॉप में काम करने वाले टेक्नीशियन ने। आपको सरकार से कोई भी काम कराने के लिए पैसे नहीं देने पड़ते, आपका काम घर आके सरकार करके जाती है। हमने कैसे किया? हमने एक टेलीफोन नंबर जारी कर दिया, 1076। आप दिल्ली जाएं तो फोन करना उस नंबर पे। अगर आपको सरकार से कोई भी काम कराना है, आप उस नंबर पे कॉल करो, वहां से आवाज आएगी कि आपको सरकार से क्या काम कराना है। मान लीजिए आपको बिजली का कनेक्शन लेना है, आप बोलो मुझे बिजली का कनेक्शन लेना है। वो आपको बताएंगे कि बिजली का कनेक्शन लेने के लिए ये डॉक्यूमेंट्स चाहिए। फिर वो आपसे पूछेंगे कि आपको बिजली का कनेक्शन देने के लिए हम आपके घर कितने बजे आएं। आपको गवर्नमेंट डिपार्टमेंट जाने की जरूरत नहीं है, आपको छुट्टी लेने की जरूरत नहीं है, आपको लाइन में लगने की जरूरत नहीं है, आपको दलालों के चक्कर काटने की जरूरत नहीं है, आपको किसी ऑफिसर को रिश्वत देने की जरूरत नहीं है। गवर्नमेंट आपके घर आके आपका काम करके जाती है, आपका कनेक्शन देके जाती है। केरला में होना चाहिए कि नहीं होना चाहिए? हमने बड़े लेवल पे भी करप्शन खत्म किया। पहले क्या होता था, 100 करोड़ का प्रोजेक्ट 1000 करोड़ का बनाते थे ऑफिसर्स, 1000 करोड़ का बनाते थे। ये सारा पैसा खा जाते थे, पॉलिटिशियन भी खा जाते थे, नेता भी खा जाते थे, ऑफिसर भी खा जाते थे। अब दिल्ली में ईमानदार सरकार आई, हमने एक एक प्रोजेक्ट में पैसा बचाना चालू किया। और पैसा बचा के क्या किया? दिल्ली में बिजली फ्री कर दी। दिल्ली में आज 24 घंटे बिजली आती है, पावर कट नहीं लगते। पहले जब हमारी सरकार बनी थी उसके पहले 8-8 घंटे के पावर कट लगते थे, पूरा बिजली नहीं आती थी, वोल्टेज फ्लक्चुएशन होते थे। और इतनी महंगी बिजली थी, 5,000 10,000 रुपए एक आदमी का बिल आता था बिजली का। 5 साल में हमने बिजली 24 घंटे कर दिया। दिल्ली में इन्वर्टर की दुकानें बंद हो गई हैं, जनरेटर की दुकानें बंद हो गई हैं। इन्वर्टर मिलता नहीं है वहां पे, इन्वर्टर बिकता ही नहीं है, जनरेटर बिकता ही नहीं है, इन्वर्टर बिकता ही।
इन्वर्टर की दुकानें बंद, जनरेटर 24 घंटे बिजली आती है और फ्री में बिजली आती है। फ्री बिजली चाहिए नहीं चाहिए केरला को? जिसको फ्री बिजली चाहिए दोनों हाथ खड़े करके बताइए। फ्री बिजली चाहिए? हो सकता है, हो सकता है। दिल्ली में करके दिखाया, यहां भी हो सकता है। एक ही शर्त है, ईमानदार सरकार चाहिए। दिल्ली में हमने, दिल्ली के 2 करोड़ लोग हैं। हर आदमी के लिए, हर औरत के लिए, हर बच्चे के लिए, चाहे इस धर्म का हो चाहे उस धर्म का हो, चाहे इस जाति का हो चाहे उस जाति का हो, चाहे अमीर हो चाहे गरीब हो, हर आदमी का सारा इलाज हमने मुफ्त कर दिया। आपको अगर बुखार है, आपके घर के पास हमने मोहल्ला क्लिनिक खोल, मोहल्ला क्लिनिक सुना आप लोगों ने? हमने आपके घर के पास मोहल्ला क्लिनिक खोल दिया। मोहल्ला क्लिनिक में जाइए, दवाई लेके आइए, दवाई फ्री, टेस्ट फ्री, डॉक्टर फ्री, सब फ्री। आपको कैंसर हो गया मान लीजिए, आपकी किडनी खराब हो गई, किडनी ट्रांसप्लांट कराना है, आपको कोई बड़ा ऑपरेशन कराना है, 30 लाख रुपए 40 लाख रुपए का भी अगर खर्चा आएगा, चिंता करने की जरूरत नहीं है, दिल्ली सरकार सारा पैसा देती है। हर आदमी का, हर दिल्ली के हर नागरिक का सारा इलाज, सबका इलाज सरकारी हॉस्पिटल में मुफ्त है। ട്വന്റി നടപ്പാക്കുന്നതാണ് യഥാർത്ഥ വികസനം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. കിഴക്കമ്പലത്തെ പരിപാടിയിൽ പൊതുവേദിയിൽ സംസാരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജനസംഗമം പരിപാടി കിഴക്കമ്പലത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തത്സമയം സംസാരിക്കുകയാണ് അദ്ദേഹം.